അതിശയോക്തി എന്ന് തോന്നും വിധത്തിലുള്ള വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് തിരച്ചിൽ നടത്തി 3-ാം ദിവസം അസ്ഥി ലഭിച്ചിരിക്കുകയാണ്. സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ് ഈ നിർണായക തെളിവ് കണ്ടെത്തിയിരിക്കുന്നത്. 2 അടി കുഴിച്ചപ്പോൾ തന്നെ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണോ എന്നത് സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനകളടക്കം വേണമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രദേശത്ത് തിരച്ചിലിനായി 13 സ്പോട്ടുകളാണ് അന്വേഷണ സംഘം മാർക്ക് ചെയ്തത്. അതിൽ 5 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടന്നു. ഇന്നലെയാണ് 6-ാമത്തെ സ്പോട്ടിൽ പരിശോധന നടന്നത്. തിരച്ചിലിന്റെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ SIT അംഗങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നിട്ടും ചില നിർണായക വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്തു. അസ്ഥി ലഭിക്കുന്നതിന് മുൻപ് ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളുടെ ഭാഗവും വാനിറ്റി ബാഗും തിരിച്ചറിയൽ രേഖകളും സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ചു. വരും മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. സർക്കാരോ പോലീസോ അന്വേഷിക്കാനോ തെളിയിക്കാനോ വലിയ ആവേശമൊന്നും കാണിക്കാത്ത, ധർമ്മസ്ഥലം മൂടി വെച്ചിരുന്ന, കർണാടകയിലെ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാത്തൊരു കേസിന് തുമ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു അസ്ഥി മാത്രമാണ്. വരും ദിവസമുള്ള തെരച്ചിലിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ കണ്ടെത്താനിരിക്കുന്നത് 100 കണക്കിന് മൃതദേഹാവശിഷ്ടങ്ങളാണ്. വെളിപ്പെടുത്തൽ നടന്ന ദിവസങ്ങളോളം സർക്കാരോ പോലീസോ മാധ്യമങ്ങളോ ഒന്നും തിരിഞ്ഞുപോലും നോക്കാതിരുന്ന ഒരു കേസ്. അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും തുടക്കം മുതൽ മെല്ലെപ്പോക്കായിരുന്നു. തന്നെ കൊണ്ട് ഈ ക്രൂരത ചെയ്യിപ്പിച്ചവരുടെ പേരുകളടക്കം വെളിപ്പെടുത്താമെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടും ആർക്കും ഒരു ആവേശവും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്നുൾപ്പെടെ മാധ്യമങ്ങളിലൂടെ ഉണ്ടായ സമ്മർദ്ദത്തിന്റെ ഭാഗമായാവാം DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ 20 അംഗ അന്വേഷണ സംഘത്തിന് കേസന്വേഷണ ചുമതല സർക്കാർ നൽകി. അതിൽ നിന്ന് DCP സൗമ്യലത പിന്മാറുകയും ചെയ്തു. വ്യക്തിപരമായ കാരണങ്ങളാണ് പിന്മാറ്റത്തിന് കാരണമായി പറഞ്ഞിരുന്നതെങ്കിലും അതല്ല യാഥാർത്ഥ്യമെന്ന് കഥ കണ്ടിരിക്കുന്നവർക്കറിയാം. രാജ്യം മുഴുവൻ ഞെട്ടിത്തരിക്കേണ്ട അതിക്രൂരവും ദാരുണവുമായ ഒരു സംഭവം കർണാടകയിൽ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതെ പോകുന്നതിനിടെയാണ് ഇപ്പോഴീ തെളിവ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ സംഭവിക്കേണ്ടത് നീതിയാണ്. 1995-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നീതി ലഭിക്കണം. ആ നീതി ലഭ്യമാക്കേണ്ടത് അവിടെ ഇപ്പോൾ നിശബ്ദമായിരിക്കുന്ന ഭരണകൂടമാണ്.